ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സയൻസ് ക്വസ്റ്റ്യൻസ് 6 അത് PYQ ആണ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ട് ഇതെല്ലാം തന്നെ SCRT ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ SCRT നിങ്ങൾ ഇതുവരെയും ഫിനിഷ് ചെയ്തിട്ടില്ല എങ്കിൽ, യൂണിവേഴ്സിറ്റി LGSന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ SCRT ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പിനകത്തൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന് ആവശ്യമായിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും, അത് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും, അതുപോലെ PDF നോട്ടുകളും വീഡിയോ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇൻക്ലൂഡ് മാത്സ് ആൻഡ് സാഹിത്യ ഭാഗം എന്നിവ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. PSC ബേസിക്സ് ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം. കാരണം ക്ലാസ്സുകൾ വരുന്നുണ്ട്, മിക്കുള്ള ആൾക്കാർക്കും നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല. നോട്ടിഫിക്കേഷൻ എത്തുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഏതാണ് ആൻസർ വരുന്നത്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നത് ഏതാണ്? അത് നമ്മുടെ വ്യാഴമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഗ്രഹങ്ങളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മൊത്തം എത്ര ഗ്രഹങ്ങളുണ്ട്? മൊത്തം 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. പ്ലൂട്ടോയെ ഒഴിവാക്കിയപ്പോൾ മൊത്തം 8 ഗ്രഹങ്ങളാണുള്ളത്. ഈ ഗ്രഹങ്ങളെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോഹണ ക്രമത്തിൽ, അതായത് വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. തൊട്ടടുത്ത് വലുത് ശനിയാണ്. 3-ാം സ്ഥാനം യുറാനസിനാണ്. 4-ാം സ്ഥാനം ഏതിനാണ്? നെപ്റ്റ്യൂണിനാണ്. ഭൂമിക്ക് 5-ാം സ്ഥാനമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഗ്രഹങ്ങളിൽ എത്രാം സ്ഥാനമാണ് വലിപ്പത്തിൽ ഭൂമിക്ക് എത്രാം സ്ഥാനമാണ്? 5-ാം സ്ഥാനമാണ് ഭൂമിക്കുള്ളത്. അടുത്തത് ശുക്രനാണെങ്കിലോ, ശുക്രൻ എത്രാം സ്ഥാനമാണ്? 6-ാം സ്ഥാനമാണ്. ചൊവ്വയ്ക്ക് 7-ാം സ്ഥാനമാണ്. ലാസ്റ്റ് ഏറ്റവും വലിപ്പത്തിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഏതാണ്? ബുധനാണ്. അപ്പോ ഗ്രഹങ്ങളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോഹണ ക്രമത്തിൽ നോക്കുമ്പോൾ ഏറ്റവും വലുത് വ്യാഴം, 2-ാം സ്ഥാനം ശനി, 3-ാം സ്ഥാനം യുറാനസ്, 4-ാം സ്ഥാനം നെപ്റ്റ്യൂണ്, 5-ാം സ്ഥാനമാണ് ഭൂമിക്കുള്ളത്. തൊട്ടടുത്ത് തന്നെ ഭൂമിയുടെ അടുത്തുള്ള ശുക്രനുണ്ട്. ശുക്രന് തൊട്ടടുത്ത് ചൊവ്വയുണ്ട്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? അത് ബുധനാണ്. അടുത്ത ചോദ്യം ഈ ഒരു റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഭ്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? എന്താണ് ഭ്രമണം എന്നാല് സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങി ഒരു പ്രാവശ്യം കറങ്ങി എത്തുന്നതാണ് ഭ്രമണ എന്ന് പറയുന്നത്. അപ്പൊ ഭ്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? അത് വ്യാഴമാണ്. അപ്പൊ ഏറ്റവും വലിപ്പം കൂടിയ വ്യാഴമാണ് ഭ്രമണ വേഗത കൂടിയ ഗ്രഹം. എന്നാൽ ഭ്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാണ്? അത് ശുക്രനാണ്. ഭ്രമണ വേഗത കൂടിയ ഗ്രഹം വ്യാഴവും ഭ്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ശുക്രനാണ്. അടുത്ത ചോദ്യം, പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? പരിക്രമണ വേഗത എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യൻ ഇവിടെ നിൽക്കുമ്പോൾ സൂര്യനെ ഒരു പ്രാവശ്യം സഞ്ചരിച്ചെത്തുന്നതാണ് പരിക്രമണ വേഗത. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ആരായിരിക്കും? സൂര്യൻ അടുത്ത് നിൽക്കുന്നത് ആരാണോ, സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണോ അവരായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് സൂര്യനെ കറങ്ങിയെത്തുന്നത്. അപ്പൊ അതാരാണ്? അത് ബുധനാണ്. അതായത് പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ഏതാണ്? ബുധനാണ്. ദെൻ പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ നിൽക്കുന്ന ഗ്രഹമായ നെപ്റ്റ്യൂൺ ആണ്. ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. അപ്പൊ ഇത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ബുധനാണ്. അതുകൊണ്ട് തന്നെ പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ചോദിച്ചാൽ അത് ബുധനാണ്. അടുത്തത് പരിക്രമണ വേഗത കുറഞ്ഞത് നെപ്റ്റ്യൂൺ ആണ്. കുറയാൻ കാരണം എന്താണ്? സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിൽ നിൽക്കുന്നത് ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തിൽ നിൽക്കുന്നത് നെപ്റ്റ്യൂൺ ആണ്. അപ്പൊ ഭ്രമണ വേഗത കൂടിയ ഗ്രഹം വ്യാഴം, കുറഞ്ഞ ഗ്രഹം ശുക്രൻ, പരിക്രമണ വേഗത കൂടിയ ഗ്രഹം ബുധൻ, പരിക്രമണ വേഗത കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ, സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ബുധൻ,
അകന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. അടുത്തത് ഭാരം കൂടിയ ഗ്രഹം ഏതാണ്? നമുക്ക് അറിയാം, ഏറ്റവും വലിപ്പമുള്ള ഗ്രഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഭാരം. ഭാരം കൂടിയ ഗ്രഹം വ്യാഴത്തിനാണ്. ഏതിനാണ്? വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ ഭാരം. എന്നാൽ ഭാരം കുറഞ്ഞ ഗ്രഹം ഏതാണ്? അത് നമ്മുടെ ശനിയാണ്. ശനിയാണ് ഭാരം കുറഞ്ഞ ഗ്രഹം. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം, നമുക്കറിയാം ഭാരം കൂടിയ ഗ്രഹമാണ് വ്യാഴം. അപ്പൊ ഭാരവുമായിട്ട് ഗുരുത്വാകർഷണ ബലത്തിനൊക്കെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഗ്രഹം എവിടെയാണ്? വ്യാഴത്തിലാണ്. എന്നാൽ കുറഞ്ഞ ഗുരുത്വാകർഷണ ബലമുള്ളത് ബുധനിലാണ്. കുറഞ്ഞ ഗുരുത്വാകർഷണ ബലമുള്ളത് എവിടെയാണ്? ബുധനിലാണ്. ഇനി നമുക്കറിയാം, ഗ്രഹങ്ങളെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്, അന്തർഗ്രഹങ്ങളെന്നും ബാഹ്യഗ്രഹങ്ങളെന്നും. അന്തർഗ്രഹങ്ങളില് ഏറ്റവും വലിയ ഗ്രഹം ഭൂമിയാണ്. അന്തർഗ്രഹങ്ങളില് ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? അത് ഭൂമിയാണ്. എന്നാൽ ബാഹ്യഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. അന്തർഗ്രഹങ്ങളില് ഏറ്റവും വലിയ ഗ്രഹം ഭൂമി, ബാഹ്യഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ഒക്കെയുള്ള ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ് ശുക്രൻ. ഏതാണ്? ശുക്രൻ. ഇത് കുറെ പഠിക്കാനുണ്ട്, അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. മെയിൻസിന് പഠിക്കുവാണെങ്കിൽ ഇത്ര മാത്രം പഠിച്ചാൽ പോരാ. നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് പോയിന്റ്സുകൾ കിട്ടിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഈ ഭാഗം ക്ലിയർ അല്ല എന്നാണ്. എങ്കിലും നിങ്ങൾ ബുക്കിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ റാങ്ക് ഫയലോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോട്ടിലോ പോയിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി റിവൈസ് ചെയ്തെടുക്കുക. അങ്ങനെ വേണം പഠിക്കാനായിട്ട്. അല്ലാതെ ജസ്റ്റ് ഞാൻ തരുന്ന റിലേറ്റഡ് ഫാക്ട്സ് മാത്രം പഠിച്ച് പോകരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം അറിയില്ല എന്ന് റിലേറ്റഡ് ഫാക്ട്സ് കേൾക്കുമ്പോൾ തോന്നുവാണെങ്കിൽ ആ ബുക്കിൽ പോയി വീണ്ടും റിവിഷൻ ചെയ്ത് തിരിച്ചു വരിക. ഓക്കെ, അടുത്ത ചോദ്യം. ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഏതാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് ഭൂഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. എന്താണ് ഭൂഗുരുത്വാകർഷണ ബലം? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതിനെയാണ് ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇനി ഭൂമി വസ്തുവിന്മേൽ, ഏത് വസ്തു ഉണ്ടെങ്കിലും ആ വസ്തുവിലെല്ലാം ഒരു ബലം പ്രയോഗിക്കും. ഈ ബലത്തിനെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് വിളിക്കുന്നത്. ഭൂമി ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? അത് ഭൂഗുരുത്വാകർഷണ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. എന്നാൽ ശക്തമായ ബലം ഏതാണ്? അത് ന്യൂക്ലിയർ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഭൂഗുരുത്വാകർഷണ ബലവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലവുമാണ്. ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിന്റെ ഭാരം. അപ്പൊ ഒരു വസ്തുവിന്റെ ഭാരം എന്നാൽ എന്താണ്? ഭൂമി ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഒരു വസ്തുവിന്മേൽ ഭൂമി എത്രത്തോളം ഗുരുത്വാകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ടോ അതാണ് ആ വസ്തുവിന്റെ ഭാരം. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്, അതായത് ഭൂമിയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ഭാരമായിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ധ്രുവ പ്രദേശങ്ങളിലായിരിക്കുമ്പോഴായിരിക്കും ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത്. നമുക്ക് എത്ര ധ്രുവ പ്രദേശങ്ങളുണ്ട്? ഉത്തര ധ്രുവമുണ്ട്, ദക്ഷിണ ധ്രുവമുണ്ട്. ഈ ഉത്തര ധ്രുവത്തിലോ അല്ലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിലോ ഈ വസ്തു ഇരിക്കുവാണെങ്കിൽ അതിന് ഭാരം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കും. ഭൂമധ്യരേഖ അറിയാലോ, ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കും ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത്.
ഭൂകേന്ദ്രത്തിലാണെങ്കിൽ, ഭൂമിയുടെ കേന്ദ്രത്തില് ഒരു വസ്തുവിന്റെ ഭാരം എപ്പോഴും 0 ആയിരിക്കും. നമ്മൾ പോയി നിന്നാലും ഭൂകേന്ദ്രത്തിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ വസ്തുവിന്റെ ഭാരം നമ്മുടെ ഭാരം എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പൊ മറക്കരുത്, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്, ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എപ്പോഴും 0 ആയിരിക്കും. പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? സൗരസ്പെക്ട്രത്തിലെ പ്രകാശം എന്ന് പറയുന്ന ഒരു SCERT ചാപ്റ്റർ നീണ്ട് നിവർന്ന് കിടപ്പുണ്ട്. 10ാം ക്ലാസ്സിലുണ്ട്. 3-4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ കാര്യമായിട്ട് ഡെപ്തിൽ പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുമുണ്ട്. അപ്പൊ നോക്കാം. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ഏതാണ്? തരംഗദൈർഘ്യം കൂടിയ വർണ്ണം എപ്പോഴും ഏതാണ്? ചുവപ്പാണ്. ചുവപ്പാണ് തരംഗദൈർഘ്യം കൂടിയ വർണ്ണം. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങളുടെ എണ്ണം മൊത്തം 7 ആണ്. അതാണ് നമ്മൾ വിബ്ജിയോർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു വെച്ചേക്കുന്നത്. ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങളുടെ എണ്ണം എത്ര? 7. അതാണ് വിബ്ജിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട് 7 കളറുകള്. ഇതിനകത്ത് തരംഗദൈർഘ്യം കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കായിട്ടാണ് ഈ വിബ്ജിയോർ എന്ന അറേഞ്ച്മെന്റ്. വയലറ്റിനാണ് ഏറ്റവും കുറവ് തരംഗദൈർഘ്യം ഉള്ളത്. ഈ തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ള കളറിന് എപ്പോഴും ആവൃത്തി കൂടുതലായിരിക്കും. പഠിച്ചു വെക്കുക, തരംഗദൈർഘ്യം കുറവാണെങ്കിൽ ആവൃത്തി കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ. ഇതാണ് തരംഗദൈർഘ്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോവും. തരംഗദൈർഘ്യം കുറവാകുമ്പോൾ അവിടെ ആവൃത്തി കൂടുതലായിരിക്കും. എന്നാൽ തരംഗദൈർഘ്യം കൂടുതലാണെങ്കിലോ അവിടെ ആവൃത്തി കുറവായിരിക്കും. അപ്പോൾ തരംഗദൈർഘ്യം കുറവുള്ളത് ഏതിനാണ്? വിബ്ജിയോറിനാണ്. ആവൃത്തി അവിടെ കൂടുതലാണ്. തരംഗദൈർഘ്യം കൂടുതലും ആവൃത്തി കുറഞ്ഞതുമായ ഘടകവർണ്ണമാണ് ഏത്? ചുവപ്പ്. ഇനി എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന 2 കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമേത്? എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ്, റിഫ്ലക്റ്റ് ചെയ്യുന്ന നിറം ഏതാണ്? അത് വെള്ളയാണ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെള്ള. അടുത്തത്, എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? അത് കറുപ്പാണ്. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം വെള്ള, എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറം കറുപ്പാണ്. 4ാമത്തെ ചോദ്യം, അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ഏതാണ് അലൂമിനിയത്തിന്റെ അയിര്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അലൂമിനിയത്തിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ അയിര്. അപ്പൊ അലൂമിനിയത്തിനെ പറ്റിയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അലൂമിനിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 13 ആണ് അലൂമിനിയത്തിന്റെ അറ്റോമിക നമ്പർ. അലൂമിനിയത്തിന്റെ അറ്റോമിക നമ്പർ 13 ആണ്. ആദ്യമായിട്ട് അലൂമിനിയം വേർതിരിച്ചെടുത്തത് ഹാൻസ് ഈർസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഹാൻസ് ഈർസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ് അലൂമിനിയം ആദ്യമായിട്ട് വേർതിരിച്ചെടുത്തത്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, അലൂമിനിയം ആദ്യമായിട്ട് വേർതിരിച്ചെടുത്ത ശാസ്ത്രജ്ഞനാര്? ഹാൻസ് ഈർസ്റ്റഡ് ആണ്. ഇനി അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ലളിതമായ മാർഗം കണ്ടുപിടിച്ചത് ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറാൾഡും ചേർന്നിട്ടാണ്. അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ലളിതമായ മാർഗം കണ്ടെത്തിയത് ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറാൾഡും ചേർന്നിട്ടാണ്. ഇതെന്ന് പറയുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ധാതുക്കളിൽ നിന്ന് അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ്. ഈ രീതിയെ ഹാൾ ഹെറോൾഡ് പ്രക്രിയ, ആ കണ്ടുപിടിച്ച ആൾക്കാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന ലളിതമായ മാർഗം കണ്ടെത്തിയത് ആരാണ്? ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറാൾഡും ആണ്. ഇതുവരുടെ പേരിലാണ് ഈ ഒരു പ്രക്രിയ അറിയപ്പെടുന്നത്, ഹാൾ ഹെറാൾഡ് പ്രക്രിയ. ഇനി ആദ്യമായിട്ട് അലൂമിനിയം വേർതിരിച്ചെടുത്തത് ഹാൻസ് ഈർസ്റ്റഡ് ആണ്. ബോക്സൈറ്റിന്റെ, അലൂമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റിനെ സാന്ദ്രണം ചെയ്യുന്ന രീതി ലീച്ചിങ് ആണ്. ഒത്തിരി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏതാണ്? ലീച്ചിങ് ആണ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏതാണ്? ലീച്ചിങ് ആണ്. ഇനി ആസിഡിന്റെയും ആൽക്കലിയുടെയും, ബേസിന്റെയും ആസിഡിന്റെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹം ഏതാണ്? അതാണ് അലൂമിനിയം. അപ്പൊ അലൂമിനിയത്തിന് ആസിഡ് സ്വഭാവം കാണിക്കും, അതുപോലെ തന്നെ ആൽക്കലിയുടെ ഗുണവും കാണിക്കും. ഇങ്ങനെ കാണിക്കുന്ന ലോഹമാണ് അലൂമിനിയം. ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന ലോഹമാണ് ഏത്? അലൂമിനിയം.
ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് അലൂമിനിയം. നമ്മുടെ ഭൂവൽക്കം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അലൂമിനിയമാണ്. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹമാണ് അലൂമിനിയം. കളിമണ്ണില് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് ഏത്? അലൂമിനിയം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തില് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതെന്ന് പറഞ്ഞു, അത് അലൂമിനിയം ആണ്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂലകം ഏതെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓക്സിജൻ ആണ്. എർത്ത് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഏത് തന്നെയാണ് കൂടുതൽ വരുന്നത്? ഓക്സിജൻ തന്നെയാണ് കൂടുതൽ വരുന്നത്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും അധികമുള്ള രണ്ടാമത്തെ മൂലകമാണ് സിലിക്കൺ. ഏതാണ്? സിലിക്കൺ. ഭൗമോപരിതലത്തില് ഏറ്റവും അധികമുള്ള രണ്ടാമത്തെ മൂലകമാണ് സിലിക്കൺ. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള ലോഹം ഏതാണ്? അത് അലുമിനിയമാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള രണ്ടാമത്തെ ലോഹം ചോദിക്കുവാണെങ്കിൽ അത് ഇരുമ്പാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള രണ്ടാമത്തെ ലോഹമാണ് ഇരുമ്പ്. ഏറ്റവും അപൂർവമായിട്ട് ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് അസറ്റാറ്റിൻ ആണ്. ഏറ്റവും അപൂർവമായിട്ട്, റെയർ ആയിട്ട് ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകമാണ് അസറ്റാറ്റിൻ. അസറ്റാറ്റിൻ ഒരു നോബിൾ ഗ്യാസ് ആണ്. ഏറ്റവും അപൂർവമായിട്ട് മാത്രമേ ഭൗമോപരിതലത്തിൽ ഇത് കാണപ്പെടാറുള്ളൂ. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏതാണ്? അത് നൈട്രജൻ ആണ്. അന്തരീക്ഷത്തില് അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഊഹിക്കാലോ എന്തെല്ലാം കാണും ആ വാതകങ്ങള്. അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള രണ്ടാമത്തെ മൂലകം ഏതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം നൈട്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും അധികമുള്ള രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. പ്രപഞ്ചത്തിൽ, അതായത് യൂണിവേഴ്സില് ഏറ്റവും അധികമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. കാരണം സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും അധികമുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? കൺഫ്യൂസ്ഡ് ആകരുത്, ഹീലിയം ആണ്. ഹൈഡ്രജൻ ഏറ്റവും അധികമുള്ളത് രണ്ടാമത് മൂലകം ഹീലിയം ആണ്. എന്നാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമുള്ളത് ഓക്സിജൻ ആണ്. കാരണം നമ്മൾ ഓക്സിജൻ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികമുള്ള ലോഹം ചോദിക്കുവാണെങ്കിൽ അത് കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. ഭൂമിയുടെ ഉൾക്കാമ്പിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ ഉൾക്കാമ്പില് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും SCERT കംപ്ലീറ്റ് ചെയ്യണം, ഫിനിഷ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ SCERT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന കോഴ്സ് എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.